ചോദിക്കുക, ഷാഫി പറമ്പിൽ MP യോട് ചോദിക്കുക, അദ്ദേഹം നിരാകരിക്കുന്ന സമയത്തല്ലേ എനിക്ക് കൂടുതൽ തെളിവുമായിട്ട് വരാൻ പറ്റുകയുള്ളൂ. മെസ്സഞ്ചറിൽ വന്നിട്ട് കൊല്ലുമെന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ഇത് പറയാൻ വന്നത്. അതായത് സമ്മർദ്ദങ്ങളുണ്ട്, ഈ പോസ്റ്റ് പിൻവലിക്കാൻ പല ഭാഗത്തുനിന്ന് സമ്മർദ്ദങ്ങളുണ്ട്. അതുണ്ട്. പോസ്റ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട്, പേര് ഞാൻ പറയില്ല, കോഴിക്കോട് ജില്ലയിലുള്ള നേതാക്കന്മാർ എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട്, സ്ത്രീകളെ അങ്ങേ അറ്റം ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, അതായത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം അതിനൊക്കെ ഒരു കാരണക്കാരൻ കൂടി ശ്രീ ഷാഫി പറമ്പിൽ MP ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയാതെയില്ല എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ആരാണെന്നറിയോ? ഇത് കമ്മ്യൂണിസ്റ്റുകാരിയാ, അല്ലല്ല ആത്മാത്മി, BJP കാരിയാണ് കേട്ടോ. ഉളുപ്പുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല. കോൺഗ്രസ്സുകാരെ ഒന്നേ ചോദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒന്നേ പറയുന്നുള്ളൂ. ഒരാള് ഒരു കാര്യം തുറന്നു പറയുമ്പോൾ നിങ്ങൾ അത് സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്ന് ആദ്യം മനസ്സിലാക്കുക, എന്നതിന് ശേഷം ഊളത്തരം പറയുക. ഓക്കെ, ഇവിടെ നിഷ്പക്ഷമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു സ്ത്രീ എന്ത് അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് തെളിയിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ പാർട്ടി, രണ്ടാമത് പോലീസ്. അവർക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് പരാതിയില്ല, പക്ഷെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാനും കഴിയില്ല. അത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, എല്ലാ ഭാഗം കൂടി നമ്മൾ നോക്കണ്ടേ. ഈ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞപ്പോൾ ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരുപാട് ആളുകൾ ചിത്രീകരിക്കുന്നു. ആരാണ് ഷഹനാസ്? പൊന്നുമക്കളെ, ഷഹനാസിന്റെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഷഹനാസിന് നമ്മൾ ഒരു മാസത്തേക്ക് 330 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഷഹനാസ് അർദ്ധ ഡ്രസ് ധരിക്കുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് കാണണമെങ്കിൽ ഷഹനാസ് നമ്മൾ പൈസ കൊടുക്കണം. അത് അവരുടെ ബിസിനസ് ആണ്. ഓക്കെ, ഞാൻ ഒന്നും അതിന് പറയില്ല. അപ്പോൾ ആരാണ് ഷഹനാസ്? നാട് കാക്കുന്ന നല്ലൊരു ഭരണാധികാരിയാണോ ഷഹനാസ്? ഇന്നലെ കുറെ വളമ്പിയല്ലോ. അപ്പോൾ എന്താണ് ഷഹനാസിന്റെ യഥാർത്ഥ ക്യാരക്ടർ? അതായത് ഞാൻ അവർ കോൺഗ്രസ്സുകാരിയാണ് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ തലമറന്ന് എണ്ണ തേക്കുന്ന ഒരു അവസ്ഥ. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നട്ടെല്ലെങ്കിലും കാണിക്കണം എന്നുള്ളത്. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുടെ ഊളത്തരം പറഞ്ഞിട്ട് അവരെ തളർത്താൻ ശ്രമിക്കുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യമില്ല, ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജാമ്യം കിട്ടാത്തൊരു വകുപ്പ് അദ്ദേഹത്തിന്റെ തലയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. മൊത്തം ഇപ്പൊ 2 അലിഗേഷൻസ്, 2 കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കോടതിയാണ് തെളിയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും ആളുടെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. ഈ MA ഷഹനാസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി 2023 നമ്മുടെ ഈ ഷാഫി പറമ്പില് MLA ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ സമയത്ത്, സ്റ്റേറ്റ് ഭാരവാഹിത്വം ഏറ്റെടുത്ത സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. 2023 നമ്മൾ കുറച്ച് ഡേറ്റ് വെച്ചിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ മാങ്കൂട്ടം ഇവരെ വൃത്തികെട്ട രീതിയിൽ സമീപിച്ചു എന്നുള്ള ഒരു കാര്യം പറയുന്നത്. അന്ന് തന്നെ ഷാഫി പറമ്പിലിനോട് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നു. ഏത് സമയം ഏത് സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. 2020-21 ഇന്ത്യയിൽ കർഷക സമരം നടക്കുന്നത്. ഈ ഒരു സമയത്താണ് ഇവർ ഡൽഹിയിലേക്ക് സമരത്തിന് പോയിട്ടുള്ളത് അല്ലെ. ആ ഒരു സമയത്താണ് ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു സമീപനം അദ്ദേഹം ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത്. 2020-21 കാലഘട്ടത്തിൽ കേട്ടോ. അതിനുശേഷമാണല്ലോ നമ്മുടെ ഷാഫി പറമ്പിലിനോട് ഇവർ ഈ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ഈ ഷാഫി പറമ്പിലിനെ കുറിച്ച് 2023 ജനുവരി 23 ഇവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ഈ പ്രസിഡന്റിന്റെ കീഴിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ് ഭാരവാഹിത്വം ഏൽപ്പിച്ചത് ഈ പ്രസിഡന്റാണ്. എന്ത് പ്രശ്നം പറഞ്ഞാലും വിഷമം പറഞ്ഞാലും വളരെ ക്ഷമയോടുകൂടെ കേൾക്കുന്ന, സൗമ്യനായി ഉത്തരം തരുന്ന ഒരാള്, നമ്മുടെ അഭിപ്രായത്തിന് മാന്യത തരുന്ന പ്രസിഡന്റ്. ഈ പ്രസിഡന്റിന് ശേഷം ആരെന്ന് ആലോചിക്കുമ്പോൾ ആര് വന്നാലും ഇത്രത്തോളം ആവില്ലെന്നൊക്കെയുള്ള ഉത്തരം കിട്ടാത്ത വിധത്തിൽ ചെറുപ്പമായി ഈ പ്രസ്ഥാനത്തെ മുഴുവൻ ചിന്തിപ്പിക്കുന്ന ഒരാൾ. നിയമസഭാ പുസ്തകമേളയിൽ മാക്ബത്തിന്റെ സ്റ്റാളിൽ പ്രിയപ്പെട്ട MLA ഇയാളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. കൊള്ളാം, അടിപൊളി. ഓൾറെഡി ഈ പറയുന്ന മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ഈ ചങ്ങാതിയോട് പറഞ്ഞിട്ട് അദ്ദേഹം അത് ചെവി കൊണ്ടില്ല എന്നാ പറയുന്നത്. എന്നിട്ടും വാനോളം ഉയർത്തി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞെന്നറിയില്ല. നോക്കണം, 2020-21 കാലഘട്ടത്തിൽ നടന്ന ഒരു വിഷയം 2023 അദ്ദേഹത്തിനെ പോസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. അപ്പോൾ ഒന്നും ഒരു പരിഭവവും ഇല്ല. 2024 നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിണറായി സർക്കാരിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം കേവലം ഒരു വ്യക്തി മാത്രമല്ല, കേരളത്തിലെ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ യുവജനതയെ നയിക്കുന്ന നേതാവ് കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങുന്നതാണ് അവരുടെ ആ ഒരു പോസ്റ്റ്.
ആ ഒരു പോസ്റ്റ് വായിക്കുന്ന ഏതൊരു കുട്ടിക്കും മനസ്സിലാവും ഇവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ളത്, അല്ലെ? ഇനി ഇന്നലെ ഇവരിട്ടൊരു പോസ്റ്റും കൂടി വായിക്കാം കേട്ടോ. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നു വരുമ്പോൾ എനിക്ക് മനസാക്ഷി കുത്തൊന്നും ഇല്ല. കാരണം എന്താണെന്ന് അറിയാമോ? പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു എന്ന സമാധാനമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഷാഫി പറമ്പിൽ MLA ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തെളിവുണ്ട്. ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരു ഇടമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം. അതിന്റെ പ്രസിഡന്റായിട്ട് ഇവനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു. നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവണമെങ്കിൽ ഇവനെ പോലെയുള്ള ആളുകളെ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന ഒരു അത്യാവശ്യം വലിയ ഖണ്ഡിക തന്നെയാണ്. അതിന്റെ അടിയിൽ ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു. 2020-21 നടന്ന സംഭവം 21 കൂട്ടിക്കോ, 22, 23 അവിടെ വീണ്ടും 2 വർഷത്തോളം കടന്നുപോയി. 24, 25 മൊത്തം 4 വർഷ ഗ്യാപ്പിനിടയിൽ ഇവര് ഇത്രയും നാളിനിടയിൽ പറയാത്ത ഒരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ പിടിവലി ഉണ്ട് എന്ന് തന്നെയാണ് ആളുകൾ അവകാശപ്പെടുന്നത്. എനിക്കെന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയോടോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടോ തെറ്റ് ചെയ്യുന്ന ആളുകളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അത് അത്രയേ ഉള്ളത്. അങ്ങനെ തുറന്ന് പറയുക തന്നെ ചെയ്യും. ഇവിടെ ഗർഭചിത്തം നടത്താൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കാൻ കൊടുക്കുന്നു, കഴിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ള ഒരു മൊഴി കൂടി ആ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിവിടെ കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയില്ല. തെളിവുകൾ കോടതിയുടെ കയ്യിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത തെളിവുകളുമുണ്ട്, ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി കൊടുത്ത തെളിവുകളുണ്ട്. ഇത് രണ്ടും കൂട്ടി ക്രോഡീകരിച്ച് ഏകീകരിച്ച് കോടതിയാണ് ഒരു നിലപാടിലെത്തേണ്ടത്. ഇന്ന ആള് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ മാധ്യമ വിചാരണ നടക്കുന്നുണ്ട്. അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ആൺകുട്ടിയുടെ നേരെ ഏതെങ്കിലും ഒരു സ്ത്രീ വ്യാജ പരാതി പെട്ട് കഴിഞ്ഞാൽ ഉടനെ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ, അതിനെതിരെ ശക്തമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കണം. അതിനുവേണ്ടിയാണ് രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുന്നത്. പുരുഷ കമ്മീഷൻ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് മനസ്സിലാക്കി തിരുത്തുകയും ചെയ്യും. അങ്ങനെ തിരുത്താൻ കഴിവുള്ള, തിരുത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ ഈശ്വർ. അപ്പൊ പൂർണ്ണമായിട്ടും അയാളെ പൊട്ടനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചവിട്ടിത്താക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ മുഖത്തേക്ക് നാളെ ഏതെങ്കിലും ഒരു വ്യാജ പരാതി വിരൽ ചൂണ്ടുമ്പോൾ നീ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടന്നത് എന്തിനാണെന്ന് ചിന്തിക്കും. വേറെ ആരുടെയോ ഗർഭത്തിന് വേണ്ടി ജയിലിൽ കിടന്നു എന്നുള്ളതാണ് ഇവർ ആളുകളൊക്കെ പറയുന്നത്. അത് ശരിയായ ഒരു നടപടിയല്ല. അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ ഇനി വാർത്ത കാണുമ്പോൾ തിരിയാനുള്ള സാധ്യതകളുണ്ട്. കാരണം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഒരുപാട് വീട്ടമ്മമാര് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നേരിനോടൊപ്പം നിൽക്കുക, സത്യത്തോടൊപ്പം നിൽക്കുക. കോടതിയാണ് എല്ലാ കാര്യങ്ങളും തെളിയിക്കേണ്ടത്. ഇപ്പോ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇനി MLA സ്ഥാനം കൂടി പുറത്താക്കി കഴിഞ്ഞാൽ ഒരു യുവാവിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. വേറൊന്നും പറയുന്നില്ല. പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.